കസാഖിസ്ഥാനിലെ കുർമേട്ടി ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ. അതിമനോഹരമായ മലഞ്ചെരുവിലെ ഒരു ഗ്രാമം. ധാരാളം യൂർട്ടുകൾ, ടൂറിസ്റ്റുകൾ താമസിക്കുന്ന വട്ടക്കൂടാരങ്ങൾ. എന്റെ സുഹൃത്ത് സഞ്ജുവും അദ്ദേഹത്തിന്റെ ഭാര്യ ഇറീനയും ഒത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇവിടെയുള്ള യൂർട്ടുകളുടെ ഇന്നത്തെ മേൽനോട്ടക്കാരനായ ഐബിയക് ആണ്. ഈ യൂർട്ട് ക്യാമ്പിന്റെ ഉടമസ്ഥന്റെ മകനാണ് ഐബിയക്. ഇയാൾ പട്ടണത്തിലാണ് വസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കൂടി നടത്തുന്നതാണ് സ്ഥാപനം. അവരും മുൻപ് പട്ടണത്തിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഇത്തരം യൂർട്ടുകൾ നടത്തുകയാണ്. 6 or 7 യൂർട്ടുകളുണ്ട് ഇവർക്ക്. ഇന്നവർക്ക് ഒരു ബന്ധുവീട്ടിൽ എന്തോ ചടങ്ങിന് പോകേണ്ടി വന്നതുകൊണ്ട് ഐബിയക്കിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഞങ്ങൾക്കൊരു ചായ തരാനോ ഈ ക്യാമ്പിനെ പ്രൊമോട്ട് ചെയ്യാനോ ഈ ടൂറിസം പരിപാടിയോട് തന്നെയോ വലിയ താല്പര്യമൊന്നുമില്ല. ചായ വല്ലതും കിട്ടുമോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല, അതൊന്നും ഉണ്ടാക്കാൻ ആരുമില്ല എന്നായിരുന്നു മറുപടി. ഇന്ന് 1-2 ടൂറിസ്റ്റുകൾ ഇവിടെയുണ്ട്. അവരെ ഒരു യൂർട്ടിനകത്ത് കണ്ടിരുന്നു. പിന്നെ ഇവർക്കിവിടെ ഒരു ബാനിയ ഉണ്ട്, ആവിക്കുളി നടത്തുന്ന കേന്ദ്രം. ഐബിയക്കിന് ഈ പണിയിൽ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാവാം അധികം കാഴ്ചകൾ ഞങ്ങളെ കാണിക്കാനൊന്നും ഒരുക്കമല്ല. ഞങ്ങൾ അവിടെ നിന്ന് പിരിയാൻ തീരുമാനിച്ചു. കാറിൽ കയറി അങ്ങനെ കുർമേട്ടി ഗ്രാമത്തിൽ നിന്ന് കോൾസായിലേക്ക് യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ ഉടനീളം ഇറീനയാണ് വണ്ടി ഓടിക്കുന്നത്. ഇറീനയ്ക്ക് ഡ്രൈവിംഗ് ഒരു ഹരമാണ്. ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റികൾക്കുള്ള കുതിരകളെ പാർപ്പിക്കുന്ന ലായമാണിത്. ഞങ്ങൾ മല കയറി തുടങ്ങി. എത്തുന്നത് വലിയൊരു പാർക്കിംഗ് ഏരിയയിലേക്കാണ്. മുകളിലുള്ള ഭാഗങ്ങളിൽ കുറേയേറെ യൂർട്ടുകൾ. നല്ല അടിസ്ഥാന സൗകര്യങ്ങളോടെയുള്ള ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടാണിത്. ബസ്സുകളും കാറുകളുമൊക്കെ ആയിട്ട് 100 കണക്കിന് വാഹനങ്ങൾ വരുന്ന ഇടം. ഇവിടം വരെ കാർ പോവുകയുള്ളൂ. കോൾസായി ലേക്കിലേക്കുള്ളവർ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം. ഞങ്ങൾ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി. നേരെ മുന്നിൽ കാണുന്ന മലകളുടെ ഇടുക്കിന് താഴെയാണ് ജലാശയം. ഇവിടെ ആളുകൾക്ക് വന്ന് ഭക്ഷണം കഴിക്കാനും കുക്കൌട്ട് നടത്താനുമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കസാഖ് തനത് വസ്ത്രങ്ങൾ ധരിച്ചു നിന്ന് ഫോട്ടോ എടുക്കാവുന്ന ഇടമാണിത്. ട്രഡീഷണൽ കസാഖ് വസ്ത്രങ്ങൾ ധരിച്ച് ആളുകൾ അങ്ങേയറ്റത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. പരുന്തിനെ കയ്യിൽ വെച്ചുകൊണ്ടും ഫോട്ടോ എടുക്കാം. പരുന്ത് ഇവരുടെ ട്രഡീഷന്റെ ഭാഗമാണ്. മലഞ്ചെരുവിൽ താഴെ കുറെ ക്യാബിനുകളുണ്ട്. മരം കൊണ്ടു പണിത ചെറുകെട്ടിടങ്ങൾ. സീസണിൽ ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഇടങ്ങളാണ്. അങ്ങകലെ താഴെ തടാകത്തിന്റെ ഒരറ്റം കാണാം. അങ്ങോട്ട് പോവുകയും തിരികെ വരികയും ചെയ്യുന്നത് കുതിരപ്പുറത്താണ്. ആ കുതിരകളെ പാർപ്പിക്കുന്ന ലായമാണ് നേരത്തെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടത്. ഒന്നുകിൽ തടാക തീരത്തേക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ കുതിരപ്പുറത്തു പോകാം. സ്ത്രീകൾ ഉൾപ്പെടെ പല നാട്ടുകാരുണ്ട്. അവരുടെ വേഷം കണ്ടിട്ട് ചിലർ കസാഖ് സ്ത്രീകളാണെന്ന് തോന്നുന്നു. താഴേക്ക് നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. മനോഹരമായ സ്ഥലത്തെ സുന്ദരമായ റിസോർട്ടാണ്. സുഖകരമായ കാലാവസ്ഥ, നല്ല തണുപ്പുണ്ട്. റിസോർട്ടിന്റെ ഓഫീസും അവരുടെ റെസ്റ്റോറന്റുമാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്നവർക്ക് കയറി ഭക്ഷണം കഴിക്കാം. മരം കൊണ്ട് പാനൽ ചെയ്ത കെട്ടിടം. ഞങ്ങൾ തടാകത്തിന്റെ വക്കിലേക്ക് ചെന്നു. കോൾസായി ലേക്കിന്റെ ഒരു ഭാഗമാണിത്. ശരിക്കും കോൾസായി തടാകങ്ങൾ 3 എണ്ണമുണ്ട്. അധികം അകലത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്നതും എന്നാൽ പരസ്പരം ബന്ധിതമല്ലാത്തതുമായ തടാകങ്ങളാണത്. അധികം പ്രായമൊന്നുമില്ല കോൾസായി തടാകത്തിന്. 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലായിരുന്നു ഇതിന്റെ രൂപപ്പെടൽ. അന്ന് ഇവിടം ഒരു മലയിടുക്കായിരുന്നു. ശക്തമായ ഒരു ഭൂകമ്പത്തിൽ മലകൾ ഇടിഞ്ഞു താഴേക്ക് പതിച്ചപ്പോൾ പ്രകൃതിദത്തമായ ഒരു ഡാം രൂപപ്പെടുകയും നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയുമായിരുന്നു. താഴെ കൂർത്ത അഗ്രവുമായി നിൽക്കുന്ന പൈൻമരങ്ങളുള്ള ഒരു മലയുണ്ട്. വേണമെങ്കിൽ താഴോട്ടിറങ്ങി തടാകത്തിലൂടെ ബോട്ടിംഗ് നടത്താം. ആളുകളെയും ഇവിടുത്തെ ചരക്കും കൊണ്ടുപോകുന്ന വാഹനമാണത്. സോവിയറ്റ് കാലം മുതൽ ഉപയോഗത്തിലുള്ള ഒരു തരം മിനി വാനാണ്. അതിന് സോവിയറ്റ് രൂപഭാവങ്ങളാണ്. പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. പൈനും സ്പ്രൂസും വളർന്നു നിൽക്കുന്ന മലം ചെരുവുകൾ. ആളുകൾ തടാകത്തെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നു.
ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുമുണ്ടിവിടെ. ആളുകൾ ഫോട്ടോ എടുക്കാനും തടാക കാഴ്ചകൾ കാണാനും വന്നു നിൽക്കുന്ന ഇടം. 360 ഡിഗ്രിയിൽ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആളുകളും സംവിധാനങ്ങളുമെല്ലാം ഉണ്ടിവിടെ. ഒരറ്റത്ത് റെസ്റ്റോറന്റ് കെട്ടിടം. നേരം 2 മണി കഴിഞ്ഞു. ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. റെസ്റ്റോറന്റിനകത്തേക്കു കയറി. ധാരാളം ആളുകളുണ്ട്. ഈ പരിസരത്ത് വേറെ റെസ്റ്റോറന്റ് ഇല്ല. ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കുകയേ നിർവാഹമുള്ളൂ. റെസ്റ്റോറന്റിന്റെ ഒരു ഭാഗത്തൊരു ബാൽക്കണിയുണ്ട്. അവിടെ നിൽക്കുമ്പോൾ യൂറോപ്പിൽ ആൽപ്സിൽ നിന്നോ മറ്റോ ഉള്ള കാഴ്ചയാണെന്നേ തോന്നൂ. കോൾസായി ലേക്ക് ടൗൺ എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. ഇറീനയും സഞ്ജുവും ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. മെനു നോക്കി ചർച്ച ചെയ്യുന്നു. എനിക്ക് ലൈറ്റായിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞു. അവർക്കും ലൈറ്റായിട്ട് മതി. കുറച്ച് സാലഡുകൾ, സൂപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ളവ. അല്ലാതെ മാംസകഷ്ണം അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ചോറ് എന്നിങ്ങനെയുള്ളത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഒരു ചായയും കാപ്പിയും സൂപ്പുമാണ് ഓർഡർ ചെയ്തത്. ഇറീന കപ്പുച്ചീനോ അഥവാ കാപ്പിയാണ് കുടിക്കുന്നത്. സഞ്ജു ചായ പറഞ്ഞു. പലതരം പഴങ്ങൾ മുറിച്ചിട്ടതും നാരങ്ങയും ഒക്കെ ചേർന്ന ചായയാണ്. നല്ല മധുരമുണ്ടാകും അതിന്. കൂടാതെ പലതരം സാലഡുകളുണ്ട്. ഇവരുടെ ഭക്ഷണശീലത്തിൽ പ്രധാനമാണ് ധാരാളം പച്ചക്കറികൾ കഴിക്കുക എന്നത്. പലതരം സലാഡുകൾ. അടുത്തതായി വേറൊരു സലാഡ് എത്തി. ഇത് ഗംഭീര സാധനമാണെന്നാണ് പറഞ്ഞത്. ബ്രിഞ്ചാൾ സലാഡാണ്. വഴുതനങ്ങ പ്രത്യേക രീതിയിൽ ഒരുക്കിയിട്ടുള്ള സലാഡ്. ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കെ എനിക്കുള്ള സ്പെഷ്യൽ സൂപ്പുമെത്തി. റോളുകൾ പോലുള്ള ചില വിഭവങ്ങൾ എല്ലാം നല്ല രുചികരമായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വിളമ്പുകാരി ഒരു 200 രൂപ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു. ഇന്ത്യൻ രൂപ. അതൊരു സർപ്രൈസായി. ഇന്ത്യയിൽ നിന്ന് മുൻപ് ഇവിടെ വന്ന ഒരു സ്ത്രീ സമ്മാനിച്ചതാണ്. സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ശിഷ്യയാണവർ. അതിൽ എന്റെയും കൂടി ഒരു ആശംസ എഴുതി കൊടുക്കാമോ എന്ന് പെൺകുട്ടി ചോദിച്ചു. കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. റെസ്റ്റോറന്റിലെ പേയ്മെന്റ് എല്ലാം ഫോണിലൂടെയാണ്. ഫോണിലൂടെ ഭക്ഷണത്തുക ട്രാൻസ്ഫർ ചെയ്തു. പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഇവളുടെ പേര് അസം എന്നാണ്. 22 വയസ്സേ ഉള്ളൂ. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യയിലേക്ക് വരണമെന്നാണ്. കാരണം സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ വലിയൊരു ആരാധികയാണിവൾ. കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലായപ്പോൾ അസം യൂട്യൂബിലൂടെ പതിവായി കണ്ടിരുന്നത് ജഗ്ഗി വാസുദേവന്റെ വീഡിയോകളാണ്. അത് വലിയ പ്രചോദനമായി. അങ്ങനെ ഇന്ത്യയിൽ വരണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അടുത്ത വിന്റർ കാലത്ത് ഇന്ത്യയിലേക്ക് വരാനാണ് പരിപാടി. അടുത്ത ജനുവരിയിലോ മറ്റോ. സദ്ഗുരുവിന്റെ ആശ്രമത്തിലേക്കാണ് വരുന്നത്. അത് കോയമ്പത്തൂരാണ്. അപ്പോൾ ഇന്ത്യയിലെത്തിയാൽ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഇത്തവണ ആശ്രമത്തിൽ മാത്രമേ പോകുന്നുള്ളൂ. അടുത്ത തവണ വീണ്ടും ഇന്ത്യയിൽ വരും. അപ്പോൾ ഇന്ത്യ മുഴുവൻ കാണണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കസാക്കിസ്ഥാന്റെ ഏതാണ്ട് തെക്കുകിഴക്കുള്ള ഒരു മൂലയ്ക്കാണ്. എന്നാൽ ഇവളുടെ വീട് പടിഞ്ഞാറേ കോണിൽ റഷ്യയുമായുള്ള അതിര് പങ്കിടുന്ന പ്രദേശത്താണത്രേ. കസാക്കിസ്ഥാന്റെ മറ്റൊരു അതിരാണത്. ഷംപിത്ത എന്ന ഗ്രാമത്തിലാണ് ഇവളുടെ വീട്. അവിടെ നിന്ന് ഇത്രയും അകലെ വന്ന് ഇവൾ ഹോട്ടൽ ജോലി ചെയ്യുകയാണ്. ഇന്ത്യയിൽ പോവുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്. മാതാപിതാക്കളൊക്കെ ഷംപിത്തയിലാണ്. റഷ്യയുടെ അതിർത്തിയിൽ തന്നെയാണ് ആ സ്ഥലം. ഇത്തരം കുറെ വിശേഷങ്ങൾ അവൾ പറഞ്ഞു. ഞാൻ എന്റെ ഓട്ടോഗ്രാഫ് 200 രൂപ നോട്ടിൽ എഴുതി കൊടുത്തു. അവൾ ഹാപ്പിയായി. അവൾക്കതൊരു സുവനീറാണ്. അസം പോയി. ഞാൻ പുറത്തേക്ക് നടന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അന്തരീക്ഷം തെളിഞ്ഞിട്ടില്ല. താഴെ പോയി തടാകം കണ്ട് കുതിരപ്പുറത്ത് മടങ്ങുന്ന ആളുകൾ. ചാറ്റൽ മഴയുടെ ഒരു സൂചനയുള്ളതുകൊണ്ട് ഇനി അധിക നേരം അവിടെ നിൽക്കേണ്ട എന്ന് തോന്നി.
സഞ്ചാരം 18-ാം വോളിയം പെൻഡ്രൈവിൽ. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ വണ്ടിയിലേക്ക് ചെന്നു കയറി. മഴ ചെറുതായി ചാറാൻ തുടങ്ങിയിരിക്കുന്നു. ഇറീന ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. സഞ്ജു പിന്നിലും. ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇനി സുഖമായി ഒന്ന് മയങ്ങട്ടെ. നിങ്ങൾ ഷൂട്ട് ചെയ്യുകയും ഡ്രൈവ് ചെയ്യുകയും ഒക്കെ ചെയ്തോളൂ എന്നാണ് സഞ്ജുവിന്റെ നിർദ്ദേശം. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. കുറേയേറെ ബസ്സുകളിൽ നിരവധി ആളുകൾ വന്നിരിക്കുന്നു. ഇവരിൽ പലരെയും മുൻപ് ബ്ലാക്ക് ക്യാനിനിൽ കണ്ടിട്ടുണ്ടാവണം. അവിടെ കണ്ട ബസ്സുകൾ തന്നെ ആയിരിക്കണം ഇത്. താഴേക്കിറങ്ങുമ്പോൾ മഴ ചാറിത്തുടങ്ങി. പോകുമ്പോൾ താഴെ ധാരാളം യുർട്ടുകളും ക്യാമ്പുകളും ഒക്കെ കാണാം. അടുത്ത കാലത്തായിട്ട് കസാക്കിസ്ഥാനിൽ ഇത്തരം പ്രദേശങ്ങളിലെല്ലാം ടൂറിസം വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൾസായ് ലേക്കിന്റെ പരിസരങ്ങളിലും അതുപോലുള്ള കുറെ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലും. കസാക്കിസ്ഥാനിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ലാത്തതിനാൽ അവർ ഇത്തരം സ്ഥലങ്ങളെയാണ് ടൂറിസത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. തടാകത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണിത്, കോൾസായ് നദി. മഴ കൂടുതൽ ശക്തമാവുകയാണ്. കസാക്കിസ്ഥാന്റെ വിജനതയിൽ പോയി താമസിക്കുക, വിജനതയിലൂടെ ഡ്രൈവ് ചെയ്യുക, കുതിരപ്പുറത്ത് മലകളിലൂടെയും സ്റ്റെപ്പുകളിലൂടെയും സഞ്ചരിക്കുക എന്നിവയൊക്കെയാണ് ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റികൾ. അത്തരം ടൂറുകളിലൊക്കെ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുമുണ്ട്. അൽമാട്ടി, അസ്താന എന്നീ നഗരങ്ങളിലാണ് മ്യൂസിയങ്ങളും സ്മാരകങ്ങളുമൊക്കെ ഉള്ളത്. നൈറ്റ് ലൈഫ് ഉള്ളതും അവിടെ തന്നെ. എന്നാൽ ഉൾനാടുകളിലെ ടൂറിസം മറ്റൊരു വിധമാണ്. ബ്ലാക്ക് കാനിയൻ, കോൾസായ് തടാകം എന്നിവയുടെ പരിസരങ്ങളിലാണ് ഉൾനാടൻ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഞങ്ങൾ യാത്ര ചെയ്ത് സാത്തി ഗ്രാമത്തിലേക്കെത്തി. ഇതുവഴിയാണ് ഞങ്ങൾ കോൾസായ് തടാകത്തിലേക്ക് പോയത്. ഒരു മോസ്കാണ് സാത്തിയിലെ ഒരു പ്രധാന നിർമ്മിതി എന്ന് പറയാം. അതിന്റെ ഗേറ്റ് അടഞ്ഞുകിടക്കുകയാണ്. അവിടെ ഒന്ന് വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞു. ആളുകളെ ഒന്നും കാണുന്നില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇറീന ഒരു കടയുടെ മുന്നിൽ കാർ നിർത്തി. അപ്പോഴേക്കും ഒരാൾ വന്നു. ഇവിടെ നിന്ന് രണ്ടാമത്തെ കോൾസായ് തടാകത്തിന്റെ തീരത്തേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നയാളാണ്. ഞങ്ങളുടെ കാറിൽ അവിടേക്ക് പോകാനാവില്ല. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കൊണ്ടുപോകാമെന്നാണ് വാഗ്ദാനം. ഞാൻ അവിടെ നിന്ന് ആ ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്ക് ക്യാമറ തിരിച്ചു. ഗ്രാമത്തിൽ ചിലയിടങ്ങളിൽ ആളനക്കമുണ്ട്, വീട്ടുമുറ്റത്തും വഴിയിലുമൊക്കെ. ഒരിടത്ത് വണ്ടിയുടെ അടിഭാഗം പരിശോധിക്കാനുള്ള റാമ്പിൽ കയറി കുട്ടികൾ കളിക്കുന്നു. ഞാൻ അടുത്തു ചെല്ലാൻ നോക്കിയപ്പോൾ അവർ ഓടിപ്പോയി. അവരുടെ വീട് ഇതാണ്. ഞായറാഴ്ച ആയതുകൊണ്ടും ഉച്ചകഴിഞ്ഞ നേരമായതിനാലും വീട്ടിലെ ആളുകൾ മിക്കവാറും ഉറങ്ങുകയായിരിക്കും. ഇവിടെ ആകെ സജീവമായിട്ടുള്ളത് ഇവരാണ്. ഒരു കഴുതയും അവന്റെ കൂട്ടുകാരിയും. റോഡിൽ പഴയ സോവിയറ്റ് നിർമ്മിതികളായ ട്രാക്ടറുകളുണ്ട്, ട്രക്കുകളുമുണ്ട്. അതൊക്കെ 30-40 വർഷം പഴക്കമുള്ളതാണെന്ന് കാണുമ്പോഴേ മനസ്സിലാകും. ഇത്തരം വാനുകളാണ് ഈ ഗ്രാമങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് ഓടുന്നത്. ഇതിവിടുത്തെ ഒരു മിനി മാർക്കറ്റാണ്. ഞങ്ങൾ ആ വഴിയിലൂടെ കുറേ നേരം നടന്നു. ഒരു വീടിനകത്തൊന്ന് കയറി കാണണം, അല്ലെങ്കിൽ പറമ്പിലെങ്കിലും കയറണം. അങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ തകരമടിച്ച ഒരു വേലിയും തകരം കൊണ്ട് തന്നെയുള്ള ഒരു ഗേറ്റും കണ്ടു. അതിനകത്ത് ആസ്ബറ്റോസ് ഇട്ട ഒരു ചെറിയ വീടുണ്ട്. അവിടെയൊന്ന് പോയാലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ സഞ്ജു പോയി ഗേറ്റിൽ മുട്ടി. പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. നല്ല സുന്ദരമായ ചെറിയൊരു വീട്. വലിയ തൊടിയാണ് അതിൻ്റേത്. അലക്കിയ വസ്ത്രങ്ങൾ തിണ്ണയിൽ ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ നിൽക്കെ ഒരാൾ ഇറങ്ങി വന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ വീടുകളാണ് ഇവിടെയുള്ളത്. ആൾ അങ്ങേയറ്റത്ത് എവിടെയോ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഗേറ്റിൽ മുട്ടുന്നതും അകത്തു കയറുന്നതും കണ്ട് അവിടേക്ക് വന്നതാണ്.
ദൗറെ എന്നാണ് ആളുടെ പേര്. ദൗറയ്ക്ക് കുറെ കുതിരകളും ആടുകളുമൊക്കെയുണ്ട്. ദൗറയും ചേട്ടാനിയന്മാരുമെല്ലാമാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ദൗറയുടെ വീടൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതം. വലതുവശത്ത് നേരത്തെ കണ്ട ആദ്യത്തെ വീട് ദൗറയുടെ ചേട്ടന്റേതാണ്. ദൗറെ ഞങ്ങളെ മുൻപോട്ട് നടത്തി. അങ്ങകലെ കാണുന്നതൊക്കെയാണ് ദൗറയുടെ മറ്റു സഹോദരന്മാരുടെ വീടുകൾ. ദൗറയുടെ വീടും അവിടെ തന്നെ. ദൗറെ പല ജോലികൾ ചെയ്താണ് ജീവിക്കുന്നത്. ഇവരെല്ലാം ഒരുമിച്ചു ജീവിക്കുന്നു. അതിൽ ഒരു ചേട്ടന് മുൻപേ കണ്ട തരത്തിലുള്ള ഒരു വാനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർക്ക് കുറെ ആടുകളുണ്ട്, പിന്നെ കുറച്ച് കൃഷിയിടവും. അതെല്ലാം സഹോദരങ്ങൾ ഒന്നിച്ചൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്. കൃത്യമായിട്ടങ്ങനെ വീതം വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല. കസാക്കിസ്ഥാനിലെ ഒരു കൂട്ടുകുടുംബ സംവിധാനം എന്ന് പറയാം. ഈ വലതുവശത്ത് കാണുന്നതാണ് ദൗറയുടെ വീട്. ഇടതുവശത്ത് ദൗറയുടെ മറ്റൊരു ചേട്ടന്റെ വീടാണ്. അവിടെ ഒരു യുർട്ട് ഹൗസിന്റെ പണി നടക്കുന്നു. അതേക്കുറിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു. ഇവർക്കും 3-4 യുർട്ടുകൾ മലമുകളിലുണ്ട്. ഒരു ചേട്ടനാണ് അതിന്റെ ചുമതല. യുർട്ടിന്റെ ഭാഗങ്ങൾ ഇവിടെ വെച്ച് പണിതിട്ട് മലമുകളിൽ കൊണ്ടുപോയി അസംബിൾ ചെയ്യും. ഇവിടെ ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നില്ലെന്നാണ് ദൗറെ പറയുന്നത്. ഇതാണ് യുർട്ട്. റിപ്പയർ ചെയ്യാനോ മറ്റോ കൊണ്ടുവന്ന് വെച്ചതാണ്. വീടിനകത്ത് ആരാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയും മക്കളും ഉണ്ടെന്ന് പറഞ്ഞു. ഈ വീട് മറ്റൊരു ചേട്ടന്റേതാണ്. അതിനകത്ത് കയറാൻ ദൗറെ വലിയ താല്പര്യം കാണിച്ചില്ല. വീടും പരിസരവും ഒന്നും അത്ര ഭംഗിയായി അല്ല കിടക്കുന്നത്. പഴയ വണ്ടിയുടെ കുറെ പാർട്സും ബെഞ്ചും ഡെസ്കുമെല്ലാം തലങ്ങും വിലങ്ങും ഇട്ടിരിക്കുന്നു. ചേട്ടനനിയന്മാരുടെ ഒരു കോളനി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. 4-5 പേരുണ്ട് അവർ. ഇവിടെ ഒരു വിറകുപെരയുണ്ട്. അതിനകത്ത് വെച്ചിരിക്കുന്നത് വിറകല്ല, ചാണകവറളയാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു. ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുപ്പ് കത്തിക്കാനല്ല. ഇവർക്ക് ഒരു ബാനിയ ഉണ്ട്, അതിലേക്കുള്ളതാണ്. ബാനിയ എന്ന് പറഞ്ഞാൽ സ്റ്റീം ബാത്ത് നടത്തുന്ന സ്ഥലം. അത് പുറത്തുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. കുടുംബാംഗങ്ങളും കുട്ടികളുമെല്ലാം തണുപ്പുകാലമായി കഴിയുമ്പോൾ സ്റ്റീം ബാത്ത് നടത്തും. സ്റ്റീം ബാത്ത് എന്ന് പറയുന്നത് റഷ്യക്കാരുടെയും കസാക്കിസ്ഥാൻകാരുടെയും ഒക്കെ വിന്ററിലെ ഒരു വിനോദമാണ്. ശൈത്യകാലത്ത് താപനില -30 ഡിഗ്രി വരെയൊക്കെ താഴുന്ന നാടാണിത്. അപ്പോൾ ചൂടിനോട് ഇവർക്ക് വലിയ കൊതിയാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ പല ബിസിനസ്സുകളിലൂടെ കുടുംബം കഴിഞ്ഞു പോകുന്നതിനെ പറ്റിയും. ഇതിനകത്താണ് ബാനിയ. അതൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദൗറെ മുൻപേ പോയി. ആ കാണുന്ന വാതിൽ തുറക്കുന്നതാണ് സ്റ്റീം ബാത്തിന്റെ സ്ഥലം. വലിയ യന്ത്രങ്ങളൊന്നുമില്ല. വിറകിൽ വിറക് കത്തിച്ച് കുട്ടകത്തിനകത്ത് വെള്ളം തിളപ്പിച്ച് ആവി ഒരു മുറിയിൽ നിറയ്ക്കും. ഇതാണ് ആവി നിറയ്ക്കുന്ന മുറി. അതിൽ തട്ടുകൾ പോലെ ഇരിക്കുന്നിടത്ത് ആളുകൾ കയറിയിരിക്കും. വേറെ ചിലർ ഔഷധ ഇലക്കെട്ടുകൊണ്ട് അവരുടെ ശരീരത്തിൽ തല്ലുകയും തടവുകയും ഒക്കെ ചെയ്യും. ഇടതുവശത്ത് കാണുന്നതാണ് നീരാവി ഉണ്ടാക്കുന്ന സംവിധാനം. ഇതിനകത്ത് വാതിലടച്ചിരുന്നാൽ 1-2 മണിക്കൂർ കൊണ്ട് ആകെ ഒന്ന് പുഴുങ്ങും. റഷ്യക്കാരുടെയൊക്കെ വലിയ ആരോഗ്യപരിപാലന പരിപാടി കൂടിയാണത്. ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഇദ്ദേഹം ഞങ്ങളെ കാണാൻ വരുന്നതിന് മുൻപ് ഇതായിരുന്നു പരിപാടി. ഇത്തരം ഉൾനാടുകളിൽ പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് കണക്ഷനൊന്നുമില്ല. തീ കത്തിക്കാനും ചൂടാക്കാനും വിറക് തന്നെ ശരണം. ഭാര്യയ്ക്ക് വിറക് ആവശ്യമുള്ളതാണ്. ഇത് അടുക്കളയിലേക്കുള്ളതാണ്, സ്റ്റീം ബാത്തിനുള്ളതല്ല. ഇപ്പോഴും വിറകൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെയും ഉൾനാടുകളിൽ പലയിടത്തും വിറകാണല്ലോ ഉപയോഗിക്കുന്നത്. ദൗറയോടൊപ്പം അയാളുടെ കുടുംബത്തൊടിയിലൂടെ നടന്നു. ദൗറയുടെ ജീവിതത്തെപ്പറ്റിയും കുടുംബാംഗങ്ങളെക്കുറിച്ചുമൊക്കെ ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവർ കസാഖുകളാണ്, മുസ്ലിങ്ങൾ. ഇതാണ് ഇവരുടെ കക്കൂസ്. ഓരോ വീട്ടിലും ഓരോ കക്കൂസില്ല. ഈ 2 കക്കൂസുകൾ ഈ തൊടിയിലെ എല്ലാ വീട്ടുകാർക്കും കോമൺ ആയിട്ടുള്ളതാണ്. ഇതിന്റെ അടിയിൽ വലിയൊരു കുഴി ഉണ്ടെന്നേയുള്ളൂ. കുഴിയുടെ മുകളിൽ പലക അടിച്ചിട്ടിരിക്കുകയാണ്. പലകയ്ക്ക് നടുക്കൊരു പൊത്തുമുണ്ട്. അതാണ് കക്കൂസ് സംവിധാനം. ഇവിടെ ഒരു കൂടുണ്ട്.
ഒരു ചെറിയ കെട്ടിടം. ആട്ടിൻകൂടാണിത്. സഹോദരന്മാർക്കെല്ലാവർക്കും കൂടി 35ഓളം ആടുകളുണ്ട്. അവയെ ഇപ്പോൾ തീറ്റാൻ വിട്ടിരിക്കുകയാണ്. മഞ്ഞുകാലത്ത് ആ വേലിക്കകത്തും കെട്ടിടത്തിനകത്തുമായി ആടുകൾ വസിക്കും. സഹോദരങ്ങളെല്ലാവരും അവരവരുടെ കുടുംബങ്ങളും ഇവിടെ ഒത്തൊരുമയോടെ കഴിയുന്നു. ഒരു പറമ്പിലാണെങ്കിലും പല വീടുകളിലാണവർ. മൂത്ത ചേട്ടൻ്റേതാണ് ഇടതുവശത്ത് കാണുന്ന സുന്ദരമായ ആ കൊച്ചുവീട്. ഞാൻ അതൊക്കെ ചിത്രീകരിച്ചു നടക്കുമ്പോഴേക്കും സഞ്ജുവും ഇറീനയും ദൗറയ്ക്കൊപ്പം ഗേറ്റിലേക്കെത്തി. ചെറിയ സൈക്കിളൊക്കെയുണ്ട്. കുട്ടികളുടേതാണ്. ദൗറയ്ക്ക് ഭാര്യയും 3 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. കുട്ടിയും ഭാര്യയും ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. ദൗറ ഞങ്ങളെ യാത്രയാക്കി. അദ്ദേഹത്തിന് കുറച്ച് ചില്ലറ ഇറീന കൊടുത്തിരുന്നു. അതോടെ സന്തോഷമായി. ആ തൊടിയിൽ നിന്ന് ഞങ്ങൾ റോഡിലേക്കിറങ്ങി. യാത്ര തുടരണം. ഞങ്ങൾ കാറിനടുത്തേക്ക് നടന്നു.